നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അനിയോട് നന്ദു പറഞ്ഞു, അനി നിനക്കറിയാലോ, അങ്ങനെ പെട്ടെന്ന് എനിക്ക് നവീനേട്ടനെ ഒഴിവാക്കാൻ പറ്റില്ല. നവീനേട്ടന്റെ ആലോചന വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ഛനും അമ്മയൊക്കെ അതിന് സമ്മതിക്കും, എന്നെ വിവാഹത്തിന് നിർബന്ധിക്കുകയും ചെയ്യും. ആ സമയത്ത് എനിക്ക് നോ പറയാൻ പറ്റില്ല. അല്ല, ഞാൻ എന്ത് കാരണം കൊണ്ട് നോ പറയും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നവീനായിട്ട് ഞാൻ എന്ത് കുറവ് കണ്ടെത്തും? അനി പറഞ്ഞു, നീ എന്തെങ്കിലും ഒരു റീസൺ പറയാൻ പാടില്ലേ? എന്ത് റീസൺ പറയുന്ന അനി പറയണേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് കുറ്റാ നവീനായിട്ട് ഞാൻ കണ്ടുപിടിക്കേണ്ടത്? വീട്ടുകാർക്ക് ഈ ആലോചന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടിയ പ്രതീതിയായിരിക്കും. അച്ഛനും അമ്മയൊക്കെ തുള്ളിച്ചാടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. കാരണം നവീനേട്ടനെ അവർക്ക് അത്ര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിന്റെ വീട്ടുകാരുടെ കാര്യം, ആദർശേട്ടനും അതുപോലെ നായനേച്ചിക്കൊക്കെ ഭയങ്കര കാര്യമായിരിക്കും ഈ ആലോചന എനിക്ക് വന്നെന്നറിഞ്ഞ. ഞാനും നവീനേട്ടനും ഒന്നാവുന്നേ അവർക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാ. ഇത് കേട്ടപ്പം എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അനി ആകെപ്പാടെ കൺഫ്യൂഷനായി. അനി പറഞ്ഞു, നന്ദു നീ ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അറിയാലോ ഞാൻ എന്തുകൊണ്ടാണ് നിന്നോട് ഈ കാര്യം മുമ്പ് പറയാതിരുന്നേന്ന്. എനിക്കറിയാം, ഒരു പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിന്റെ മനസ്സിലും വിഷമാവും, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേ. നന്ദു പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. ഇപ്പൊ തന്നെയാണെങ്കിലും വീട്ടിലാണെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞ്, അതായത് നിന്റെ പേരും പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഓരോന്ന് കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. പോരാത്തതിന് നവീനേന്റെ ആലോചനയും കൂടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. ആ ഒരു ടെൻഷനിലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദുവിന്റെ കൈ പിടിച്ചിട്ട് അനു പറഞ്ഞു, ബാ നമുക്ക് ഇച്ചിരി നടക്കാന്നും പറഞ്ഞുകൊണ്ട് ബീച്ചിൽ കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. കാരണം പ്രശ്നത്തിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അങ്ങനെ അവരെ പോയിരുന്ന് മാറിയിരുന്ന് സംസാരിക്കുകയാണ്. കാര്യങ്ങൾ പറഞ്ഞൊന്ന് സെറ്റാക്കണം, എങ്ങനെയെങ്കിലും ഈ ആലോചന ഒന്ന് മുടക്കണം. അതിന് വേണ്ടുന്ന പ്ലാനുകളും കാര്യങ്ങളൊക്കെ നടത്തുക. ഈ സമയത്ത് നന്ദുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോ കനയ്ക്കും ഗോവിന്ദനും ടെൻഷൻ. ഗോവിന്ദൻ കനയോട് പറഞ്ഞു, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഇനിയിപ്പൊ നമ്മളോടുള്ള ദേഷ്യത്തിന്. ശേ, അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. കനക പറഞ്ഞു, ഇതിപ്പം നമ്മൾ ഇതുപോലെ ചിന്തിച്ചോ? ഒരു കാര്യം ചെയ്യാം, നായനമോൾ എന്ന് വിളിച്ച് പറഞ്ഞേക്കാം. കാരണം അറിഞ്ഞിരിക്കട്ടെ, ഇനിയിപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കില്ല. കാരണം നന്ദു പിണങ്ങിപ്പോയതാന്നുള്ള കാര്യം അവരോട് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അങ്ങനെ നയനെ വിളിച്ചിട്ട് നന്ദു പിണങ്ങിപ്പോയ കാര്യങ്ങൾ പറയണം. അപ്പോഴേക്കും നയന പറഞ്ഞു, അച്ഛനും അമ്മ എന്ത് പരിപാടിയെ കാണിച്ചേ? നന്ദുവിന്റെ ഭാഗത്ത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം നന്ദു അവളുടെ ഡ്യൂട്ടിയല്ലേ ചെയ്തേ. എന്നാലും പെട്ടെന്നുള്ള ദേഷ്യത്തില് ഇവിടുന്ന് തന്നെ പറഞ്ഞു വിട്ടാലേ അവളോട് ദേഷ്യപ്പെടല്ലെന്ന്. അവളുടെ സ്വഭാവം അറിയാലോ, അവൾക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൾ കുറച്ച് കഴിയുമ്പോൾ വന്നോളൂമ്മേ, ധൈര്യമായിട്ടിരിക്കുക. ദേ, അവള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ കാര്യം പറഞ്ഞ് അവളെ വഴക്ക് പറയരുത്. ഇനി ഞങ്ങൾ പറയില്ല മോളെ, നവീന്റെ ആലോചന വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി അതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇപ്പോഴാണ് ശരിക്കും ഒരു സമാധാനമായത്. ശരി, ഞാനൊന്ന് നന്ദുവിനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നയനെ നന്ദുവിനെ വിളിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നീട് ആദർശിന്റെ അടുത്ത് ചെന്നിട്ട് ആദർശിനോട് കാര്യങ്ങൾ പറയണം. നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നന്ദു വീട്ടിൽ നിന്ന് പിണങ്ങിയാ പോയിരിക്കുന്നേ. അവള് പിണങ്ങി മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിലും നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ പേരും പറഞ്ഞ് അവളെ വഴക്ക് പറയലെന്ന്. അവൾക്ക് അതിനനുസരിച്ച് ദേഷ്യം കൂടത്തല്ലേ ഉള്ളൂ. ശരിയാ ആദർശേട്ടാ, പക്ഷേ എങ്കിൽ അമ്മയ്ക്കും അച്ഛനും നല്ല വിഷമമുണ്ട് അനിയുടെ വിവാഹം മുടങ്ങിയതില്. കാരണം അനിയുടെ വിവാഹം മുടങ്ങിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും നന്ദുവിനെയല്ലേ കുറ്റപ്പെടുത്തുന്നേ. അച്ഛൻ്റെ അമ്മയുടെ വളർത്തു ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയും. എത്രയെന്ന് വെച്ചാൽ അവർ കേട്ടിരിക്കുന്നേ. ഇവിടെ വന്ന് നാണം കെട്ട് തല താഴ്ത്തിയല്ലേ അവർ പോയത്. അതൊക്കെ അവരുടെ മനസ്സിലില്ലേന്ന് ചോദിച്ചു. ആദർശ് പറഞ്ഞു, ശരിയാ, എന്നാലും നമ്മൾ നന്ദുവിന്റെ ഭാഗം കൂടെ നോക്കണ്ടേ? ഒരു പക്ഷേങ്കില് അവൾക്ക് സഹിക്കുന്നുണ്ടായിരിക്കില്ലേ ഇത്? നോക്കാം, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടും കൂടെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോയി അന്വേഷിക്കാന്ന് പറഞ്ഞു. ഈ സമയത്ത് നവീൻ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പം നന്ദുവിനെ പോയിന്ന് കാണണം. നന്ദു വീട്ടിൽ നിന്ന് പിണങ്ങിയാ പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. നന്ദുവിനെ പോയിന്ന് കണ്ട് സംസാരിക്കാം. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും നന്ദു മറുപടി ഒന്നും പറയാത്തെ എന്നൊരു ചിന്തയായിരുന്നു നവീന്റെ മനസ്സിൽ. അപ്പം നവീന്റെ വിചാരം എന്താ? നന്ദു സ്റ്റേഷനിലുണ്ടെന്നാ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ക്യാമ്പിലില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നവീൻ അറിയണം. അപ്പോഴേക്കും നവീൻ ASI സക്കറി ചോദിച്ചു, അല്ല നന്ദു ഇല്ലേന്ന് ചോദിച്ചു. നന്ദുമാടം പോയല്ലോ. പോയ എങ്ങോട്ട്? പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ലല്ലോ, ഇനി അവൾ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നേ? എന്താ സാറേ, എന്തേലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ നന്ദുവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു പറഞ്ഞു. മിക്കവാറും ആ പയ്യനെ കാണാൻ വേണ്ടി പോയതായിരിക്കും. പയ്യനോ? അതാരാ? അനിയെന്ന് പറയുന്നവനെ. അവൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അവന് നന്ദുമാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാന്ന് പറഞ്ഞു.
അപ്പൊ ഇവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാവോ എന്നൊരു ചിന്ത നവീന് മനസ്സിലുണ്ടാകുന്നുണ്ട്. എന്ത് ചെയ്യാനാ സാറേ, നന്ദുമാട് അങ്ങനെ പെട്ടെന്ന് ആളുടെ മുന്നിൽ തല കുനിക്കാത്ത ആളാ. അറിയാലോ മാഡത്തിന്റെ സ്വഭാവം. മൂന്നാലും ചാണുങ്ങളെയൊക്കെ ഒറ്റയിടിക്ക് ശരിയാക്കുന്ന. പക്ഷേങ്കില് ഈ അനിന്ന് പറയുന്ന പയ്യനെ ഭയങ്കര കാര്യമാ, ഭയങ്കര ഇഷ്ടമാന്നേ. അത് കേട്ടപ്പോ നവീന്റെ മുഖം അങ്ങോട്ട് മാറി. നവീൻ പറഞ്ഞു, ഇതേ വെറുതെ അനാവശ്യം പറയരുത്. എന്തിനു സാറേ ഞാൻ അനാവശ്യം പറയുന്നത്? ഞാനുള്ളത് പറഞ്ഞ മിക്കവാറും നന്ദു മാഡം ആ പയ്യന്റെ കൂടെ കാണുമായിരിക്കും. ആ അനിന്ന് പറയുന്ന പയ്യന്റെ കൂടെ, അതിന്റെ കൂടെ ചുറ്റിയടിക്കത്തുള്ളൂ. വേറെ അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം സാർ ആ ബീച്ചിൽ അവിടെ എവിടെയൊക്കെ ഒന്ന് പോയി നോക്ക്. ചിലപ്പോൾ അവിടെ ആ പരിസരത്ത് എവിടെയെങ്കിലും രണ്ടുപേരും കൂടി ഇരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നവീൻ ആകെപ്പാടെ തീ പിടിച്ചങ്ങോട്ട് പോകുമ്പോ ASI സക്രിയ സാപ്പുറത്തോട് പറഞ്ഞു, കണ്ടില്ലേ, ഇയാൾക്കും നന്ദുമാടത്തിനോട് ഭയങ്കര മൂത്ത പ്രേമമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോ എനിക്കത് തോന്നിയിട്ടുമുണ്ട്. നന്ദുമാടത്തിന് പക്ഷെ ഇയാളെ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. കാര്യം പറഞ്ഞാൽ നല്ല വക്കീലൊക്കെ തന്നെയാ. പക്ഷെ നന്ദുമാടത്തിന് അനിയെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇഷ്ടമുള്ളൂ. എത്ര പേരാ നന്ദുമാടത്തിന് പിന്നാലെ നടക്കുന്നേ, എന്ത് ചെയ്യാനാന്ന് പറ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിയുമ്പത്തിന് സഹപ്രവർത്തകൻ പറഞ്ഞു, ദേ എങ്ങാനും നന്ദുമാടം ഇത് കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ തീർന്നു. പിന്നെ അതുള്ള സത്യാവസ്ഥയല്ല ഞാൻ പറഞ്ഞു, ഇല്ലാത്ത കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് നന്ദു അനിയും കൂടെ ഇങ്ങനെ ചർച്ച ചെയ്യണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നന്ദു പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ പെട്ടെന്ന് എങ്ങനെയാ നവീനേണ്ണോട് ഒരു നോ പറയണേ. ഞാൻ നവീനേണ്ണോട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവീനേണ്ണ അത് എങ്ങനെ ഉൾക്കൊള്ളും? അല്ല, നീ പറഞ്ഞാ മതി, നിനക്ക് ഇതിനോട് താല്പര്യമില്ല, ഇപ്പൊ കല്യാണം വേണ്ടെന്ന്. എടാ അനി, അത് ഞാൻ പറയും, പക്ഷെ എന്റെ വീട്ടുകാർ സമ്മതിക്കുവോ? വീട്ടുകാർ പറയും എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന്. പോരാത്തേന് നവീനേണ്ട അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമല്ലേ, വരുന്ന സമയത്ത് വിവാഹം നടത്തണമെന്ന് നവീനേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നവീനേട്ട അമ്മയ്ക്കാണെങ്കിൽ സാധാരണഗതിയിൽ ജോലിക്കാരോ അല്ലെങ്കിൽ തൻ്റെടുകളായ പെൺകുട്ടികളെ ഇഷ്ടമില്ല. ഇപ്പോഴാണെങ്കിലോ സമ്മതിച്ച മട്ട. അതൊക്കെ ഓർക്കും എനിക്ക് ടെൻഷനാ. ഇനി ഈ ആലോചനയായിട്ട് നവീനേട്ടൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എങ്ങനെയാടാ മുഖത്ത് നോക്കി പറയുന്നേ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം? അപ്പൊ നവീനേട്ടൻ ചോദിക്കും കാരണം എന്താന്ന്. അപ്പൊ നിന്റെ പേര് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. അനി പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ലേ? അതാ ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലാന്ന്. എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നുക. എന്റെ ദൈവം ഏത് സമയത്താണോ എന്തോ. നീ പറഞ്ഞുകൊണ്ടാ മുമ്പ് ഞാൻ നവീനോട് നീയും ഞാൻ തമ്മിൽ ഇഷ്ടത്തെക്കുറിച്ച് പറയാതിരുന്നേ. അല്ലെങ്കിൽ ആദ്യം തന്നെ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. പറയുമായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അത് കേട്ടപ്പോ അനി പറഞ്ഞു, എടി അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവീൻ പോയി വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വല്ല പ്രശ്നമാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞേ. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഈ സമയം നവീൻ ബീച്ചിലേക്ക് വരുവാണ്. അവിടെയൊക്കെ വന്ന് നോക്കുവാണ്. ഇനിയിപ്പോ ഇങ്ങോട്ടെങ്ങാനും വന്നിട്ടുണ്ടായിരിക്കോ? ആ ASI സക്രിയ പറഞ്ഞ അനുസരിച്ച് ചിലപ്പം ബീച്ച് വന്ന് കാണുമെന്നാ പറഞ്ഞേ. അങ്ങനെയാണ് അനിയും നന്ദുവും തമ്മിൽ പ്രണയത്തിലായിരിക്കുമോ? നന്ദു തന്നോട് കള്ളത്തരം പറഞ്ഞായിരിക്കുമോ തന്റെ മനസ്സിൽ ആരും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ദൈവമേ, ആ ഒരു ടെൻഷൻ നവീന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നവീൻ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും നന്ദു എന്നോട് പറഞ്ഞു, എടാ ഇനി പോയേക്ക, അല്ലെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയിരിക്കുന്നേ, നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അനി പറഞ്ഞു, എടി നീ വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ കല്യാണാലോചന വന്നിട്ടുണ്ടെങ്കിൽ നീ എന്ത് പറയുമെന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ പറയാ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഒടുവില് നന്ദു അനിയുടെ കയ്യിലേക്ക് അങ്ങ് പിടിച്ചു. അങ്ങനെ പരസ്പരം അവര് കയ്യെ പിടിച്ച് അതിലൂടെ അങ്ങ് നടന്നു വരുവാണ്. ഈ കൃത്യ സമയത്ത് തന്നെയാണ് നവീന്റെ വരവ്. നവീൻ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും രണ്ടുപേരും പരസ്പരം കയ്യേലൊക്കെ പിടിച്ച് ബീച്ചിൽ കൂടെ നടന്നു വരുന്ന കാഴ്ച ഒരു ഉഗ്രസ്ഫോടനം തലയ്ക്കുള്ളിൽ നടന്ന പോലെയാണ് നവീന് തോന്നിയത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ASI സക്രിയ പറഞ്ഞപ്പോഴൊന്നും ഇത്രയ്ക്ക് കരുതിയിരുന്നില്ല. അപ്പൊ ഇവര് തമ്മില് പ്രണയത്തിലാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അപ്പൊ ഇത്രയും കാലം താൻ വഞ്ചിക്കപ്പെടുമായിരുന്നു എന്നാ സത്യം നവീൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു. നന്ദി.